അതായത് നമുക്കിപ്പോൾ വാഹനം ഹാൻഡ് ബ്രേക്കിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി വാഹനം ഹാൻഡ് ബ്രേക്കിൽ ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന മറ്റൊരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സാധാരണ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻ്റായിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഹാൻഡ് ബ്രേക്കിനെ കുറിച്ചാണ്. ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിച്ചു, എങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കേണ്ട ശരിയായിട്ടുള്ള രീതി, എന്തിനു വേണ്ടിയാണ് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹാൻഡ് ബ്രേക്ക് അഥവാ പാർക്കിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ എമർജൻസി ബ്രേക്ക് എന്നിങ്ങനെ നമ്മൾ ഈ ഒരു ബ്രേക്കിനെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയും, എമർജൻസി ബ്രേക്ക് എന്ന് പറയും, പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയും. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. എന്തിനാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്? നമുക്ക് വാഹനം ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് പോകേണ്ട സാഹചര്യങ്ങളിലാണ് പ്രധാനമായിട്ടും നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നിരപ്പത്തായിരിക്കാം, കയറ്റത്തായിരിക്കാം, ഇറക്കത്തായിരിക്കാം. ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിട്ട് പോകുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പഴയ ജീപ്പ് അതുപോലെയുള്ള വാഹനങ്ങളിൽ ഹാൻഡ് ബ്രേക്ക് സംവിധാനങ്ങളില്ലായിരുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ വാഹനം ഒരിടത്ത് പാർക്ക് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഒരു കയറ്റത്താണ് വാഹനം പാർക്ക് ചെയ്യുന്നത്, വാഹനം പുറകോട്ട് ഉരുണ്ടു പോകാനുള്ള സാധ്യതയാണ് ഉള്ളതെങ്കിൽ ഗിയർ ഇട്ട് കൊടുക്കും, ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കും. അതിന് കൂട്ടത്തിൽ തന്നെ വാഹനത്തിൻ്റെ ടയറിൻ്റെ പുറകിലായിട്ട് ഒരു കല്ലും വെച്ചേക്കും. വാഹനം പുറകോട്ട് ഉരുണ്ടു പോകാതിരിക്കുവാൻ വേണ്ടി ഒരു കല്ലും വെച്ചേക്കും. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരിടത്ത് നമുക്ക് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഗിയർ ഇട്ട് കൊടുക്കാം, ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കുക, അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് വലിച്ചെടുക്കുക. ഉദാഹരണത്തിന് ഒരു കയറ്റത്താണ് കിടക്കുന്നതെങ്കിൽ ഒരു ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക, വാഹനം കയറ്റത്ത് നമുക്ക് അങ്ങനെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വാഹനം ഇറക്കത്ത് ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് കൊടുക്കും. അതായത് വാഹനത്തിൻ്റെ പുറകോട്ടൊരു പിടുത്തം കിട്ടുവാനുള്ള റിവേഴ്സ് ഗിയർ. കാരണം വാഹനം മുന്നോട്ടാണ് ഉരുണ്ടു പോകാനുള്ള സാധ്യത. എന്നിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിടുമ്പോൾ വാഹനം സേഫായിട്ട് ഗിയറിലും ഹാൻഡ് ബ്രേക്കിലുമായിട്ട് നമുക്ക് നിർത്തുവാനായിട്ട് സാധിക്കും. പിന്നെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ടും ഹാൻഡ് ബ്രേക്കിന് ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടാകുവാൻ പാടില്ല. നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ഹാൻഡ് ബ്രേക്കിന് കുറവുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയതിന് ശേഷം അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്കൊരു കയറ്റത്തൊരു വാഹനം ഈ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരിടത്ത് നമുക്ക് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ട് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരിടത്ത് വാഹനം പാർക്ക് ചെയ്യുവാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് റിലീസായിട്ടാണ് കിടക്കുന്നത്. പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മിക്കപ്പോഴും ഉള്ള സംശയമാണ് ഹാൻഡ് ബ്രേക്ക് ഓഫായിട്ട് എപ്പോഴാണ് കിടക്കുന്നത്, ഓണായിട്ട് എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണയില്ല. ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് താഴോട്ട് കിടന്നാൽ ഹാൻഡ് ബ്രേക്ക് റിലീസാണ്. ഒരു വീലിലേക്കും ഇപ്പോൾ പിടുത്തമൊന്നുമില്ല, ഫ്രീ ആയിട്ടാണ് വാഹനം കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഹാൻഡ് ബ്രേക്ക് മേളിലേക്ക് വലിഞ്ഞു കിടക്കുന്ന സാഹചര്യങ്ങളിലാണ് വാഹനത്തിൻ്റെ റിയർ വീല് ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു പിടുത്തത്തിൽ വാഹനം കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് നമുക്കിപ്പോൾ വാഹനം ഹാൻഡ് ബ്രേക്കിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ മേളിലേക്ക് വലിച്ചു കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി വാഹനം ഹാൻഡ് ബ്രേക്കിൽ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഹാൻഡ് ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹാൻഡ് ബ്രേക്കിലെ ഈ സ്വിച്ചിൽ ഞെക്കിക്കൊണ്ട് ഹാൻഡ് ബ്രേക്ക് മെല്ലെ താഴോട്ട് താക്കുക. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസായിട്ടുണ്ട്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിലേക്ക് വലിച്ചിടുക. ഇപ്പോൾ എൻഗേജ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിൽ ഞെക്കിക്കൊണ്ട് താഴോട്ട് താക്കുക. പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റാണ്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഈ ലിവറിൽ വളരെയധികം ബലം കൊടുത്തുകൊണ്ട് ഈ സ്വിച്ചിൽ അമർത്താൻ ശ്രമിക്കും. പക്ഷേങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിതൊന്ന് റിലീസ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് മെല്ലെ മേളിലേക്കൊന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം സ്വിച്ചിൽ അമർത്തുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ സ്വിച്ച് നിങ്ങൾക്ക് താഴോട്ട് താക്കുവാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഇങ്ങനെ തന്നെ ഞെക്കി പിടിച്ചുകൊണ്ട് താക്കാൻ ശ്രമിച്ചാൽ അത് സാധ്യമാകത്തില്ല. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ മേളിലേക്ക് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്ത് സ്വിച്ചിൽ അമർത്തുക, താഴോട്ട് താത്തു കൊടുക്കുക. അപ്പോൾ ഈ ഒരു തരത്തിലാണ് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കേണ്ടത്. ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുമ്പോൾ സ്വിച്ച് ഞെക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചിടരുത്.
ഇതൊരിക്കലും ശരിയല്ല. ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ബ്രേക്ക് അപ്ലൈ ആയിട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുവാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഒരു ഇമേജ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഹാൻഡ് ബ്രേക്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതി എങ്ങനെയാണെന്നുള്ളത് കുറച്ചും കൂടെ മനസ്സിലായിട്ട് വരും. വാഹനത്തിന് ഹാൻഡ് ബ്രേക്കിൻ്റെ പിടുത്തം കൂടുതലായിട്ടും വരുന്നത് വാഹനത്തിൻ്റെ പുറകിലെ 2 റിയർ വീലിലേക്കാണ് പിടുത്തം വരുന്നത്. ഒരു കാരണവശാലും മുന്നിലുള്ള ടയറിലല്ല, ബാക്കിലെ റിയർ വീലിലാണ് പിടുത്തം വരുന്നത്. ഓക്കെ, അപ്പോൾ ഹാൻഡ് ബ്രേക്കിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ വാഹനം കൂടുതലായിട്ട് പാർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഒരു ട്രാഫിക്കിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളിൽ മുന്നിൽ വണ്ടിയുണ്ട്, പുറകിൽ വണ്ടിയുണ്ട്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു കാരണവശാലും വാഹനത്തിൻ്റെ ക്ലച്ച് താങ്ങി അല്ലെങ്കിൽ ബ്രേക്കിൽ അമർത്തി വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗിയർ ഒന്ന് ന്യൂട്രലാക്കി കൊടുക്കുക. അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് ഒന്ന് വലിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ട്രാഫിക് അതുപോലെയുള്ള സാഹചര്യങ്ങൾ കടന്നു പോയതിനു ശേഷം, ഇതൊരു ഉദാഹരണമാണ് പറയുന്നത്, കടന്നു പോയതിനു ശേഷം വീണ്ടും ഹാൻഡ് ബ്രേക്ക് അങ്ങോട്ട് റിലീസ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഗിയർ ഇട്ട് കൊടുത്ത് വാഹനം മുന്നോട്ടെടുക്കുക. അപ്പോൾ ചുമ്മാ നമ്മൾ ക്ലച്ചിലും ബ്രേക്കിലും താങ്ങി അതിന് നമ്മൾ കൂടുതലായിട്ട് ഒരു ഭാരം കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് എമർജൻസി ബ്രേക്ക്. എന്താണ് എമർജൻസി ബ്രേക്ക്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ വാഹനത്തിൻ്റെ ഫുഡ് ബ്രേക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ, അതായത് സാധാരണ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ വാഹനം നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ എമർജൻസി ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് വാഹനം നിർത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഒരു കാരണവശാൽ ഹാൻഡ് ബ്രേക്ക് മുകളിലേക്ക് ഒറ്റയടിക്ക് വലിച്ചിട്ട് എൻഗേജ് ചെയ്യല്ല, അതല്ല എമർജൻസി ബ്രേക്ക്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബാക്കിലെ 2 വീലും സ്കിഡ് ആകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതല്ല എമർജൻസി ബ്രേക്ക്. നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ 2 റിയർ വീലിലേക്കുമാണ് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ആകുന്നത്. ഫ്രണ്ടിലെ വീലിലല്ല, ബാക്കിലെ വീലിലാണ് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ആകുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ വാഹനം റണ്ണിങ് ടൈമിലാണ് വലിച്ചിടുന്നതെങ്കിൽ വാഹനം ഒരു സൈഡിലേക്ക് സ്കിഡായി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു തരത്തിലല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ ഞെക്കി പിടിച്ചുകൊണ്ട് മേളിലേക്കും താഴോട്ടും അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് സ്ലോ ചെയ്ത് നിർത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ വാഹനം എമർജൻസി ആയിട്ട് നിർത്തേണ്ട സാഹചര്യങ്ങളിൽ, നമ്മുടെ ഫുഡ് ബ്രേക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടത് റിലീസ് ചെയ്ത് ഹാൻഡ് ബ്രേക്കിൻ്റെ സ്വിച്ചിൽ പിടിച്ചുകൊണ്ട് മേളിലേക്കും താഴോട്ടും അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് വേണം വാഹനം നിർത്തുവാൻ. എമർജൻസി ആയിട്ട് വാഹനം നിർത്തുന്ന സാഹചര്യങ്ങളിൽ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് ഹാൻഡ് ബ്രേക്ക് ഓൺ ആയിട്ട് തന്നെ ഇരിക്കണം. ഒരു കാരണവശാലും ഓഫ് ആകരുത്. എൻഗേജഡ് ആയിട്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് ഇരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഒറ്റയടിക്ക് വലിച്ചിടാതെ സ്ലോയിൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന വിധം ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സംശയം ഉണ്ടാകും, എന്തുകൊണ്ടായിരിക്കും വാഹനത്തിൻ്റെ മുന്നിലുള്ള ടയറിലേക്ക് ഹാൻഡ് ബ്രേക്ക് കൊടുക്കാത്തത്? വളരെ സിമ്പിളാണ്. എല്ലാ വാഹനങ്ങളും, കൂടുതലായിട്ട് ഇറങ്ങുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. അതായത് വാഹനത്തിൻ്റെ എൻജിൻ്റെ പവർ വരുന്നത് ഫ്രണ്ടിലെ ഇതിലേക്കാണ് വരുന്നത്, ഒരു കാരണവശാലും ബാക്കിലേക്കല്ല വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് വീൽ, അതായത് റിയർ വീൽ ഡ്രൈവ് വരുന്ന വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പോലും കൂടുതലായിട്ടുള്ളതും ഫ്രണ്ട് വീൽ ഡ്രൈവുള്ള വാഹനമാണ്. പിന്നെ നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും ബാക്കിലെ ടയറിലാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, എന്തുകൊണ്ടായിരിക്കും വാഹനത്തിൻ്റെ ഫ്രണ്ട് വീലിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്? വളരെ സിമ്പിളാണ്. നമ്മൾ ഫ്രണ്ട് വീലിലാണ് ഈ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഉള്ളൊരു പ്രശ്നം, ഈ പറഞ്ഞതുപോലെ ഫുഡ് ബ്രേക്ക് ഒക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് റിയർ വീലിലേക്ക് ഈ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തേക്കുന്നത്. അതുതന്നെയല്ല, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഏറ്റവും നല്ലത് റിയർ വീലിൽ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ അപ്ലൈ ആകുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ പ്രധാനമായിട്ടുള്ള ഉപയോഗങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയായി. നമുക്ക് നമ്മുടെ വാഹനം ലോങ് ആയിട്ട് കുറേ അധികം ദിവസങ്ങളിൽ പാർക്ക് ചെയ്തിടേണ്ട സാഹചര്യം ഉണ്ടായാൽ ഒരു കാരണവശാലും നമ്മൾ ഹാൻഡ് ബ്രേക്കിൽ ഇടല്. ഹാൻഡ് ബ്രേക്കിൽ ഇട്ടാലുള്ള പ്രശ്നം, വാഹനത്തിൻ്റെ ബാക്കിലെ 2 വീലും ജാം ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഒരു പരിധിയിൽ കൂടുതൽ അങ്ങനെ പാർക്കിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ
തുരുമ്പ് കയറുവാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനം ഈ പറഞ്ഞതുപോലെ കുറേയധികം ദിവസങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ, ഏതെങ്കിലും സാഹചര്യങ്ങളിൽ കുറേയധികം ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്കിൽ ഇടാതെ ബാക്കിൽ ഒരു കല്ല് വെച്ചുകൊണ്ട് വാഹനം നിർത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലൊന്ന് ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ 40,000 സബ്സ്ക്രൈബേഴ്സ് മേളിലായി. അപ്പോൾ സപ്പോർട്ട് തന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാനായിട്ട് ആ ബെൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക.